അനിമോളോട് റെന ഫാത്തിമ ചോദിക്കുകയാണ്, അനീഷേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് തോന്നിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും, എനിക്ക് ആകെ ഒരു ചമ്മലാണ് തോന്നിയത്. നീ കണ്ടില്ലേ എൻ്റെ മുഖത്ത് ആ ഒരു ചമ്മലിൻ്റെ ഇത്? ലാലേട്ടൻ ആ എപ്പിസോഡിൽ കാണിച്ചായിരുന്നല്ലോ ആ വീഡിയോ. പറഞ്ഞില്ല, ഞാൻ ലൈവിലും കണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഇപ്പം എങ്ങനെയാണ് അനീഷേട്ടൻ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഇല്ലെന്ന് അറിഞ്ഞ് പിന്നെ പുള്ളി എന്നോട് അങ്ങനെ മിണ്ടത്തില്ല. ഇപ്പോൾ കറിയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു തവി ഒഴിക്കുമ്പോൾ തന്നെ അടുത്ത തവി ഒഴിക്കുന്നതിന് മുമ്പ് അങ്ങ് പോവും. അപ്പം ഞാൻ അനീഷേട്ടൻ ഒരു തവിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലൊന്നും മൈൻഡ് ചെയ്യില്ല. പിന്നെ അന്ന് രണ്ടാമതൊക്കെ ചോറും കറിയൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും മേടിക്കത്തില്ല. ആ ഒരു ഇച്ചിരി എടുത്തുകൊണ്ട് അങ്ങ് പോകും. അങ്ങനത്തെ ഒരു ഇതാണ് അനീഷേട്ടൻ. അത് കാണുമ്പോൾ എനിക്ക് വിഷമമെന്ന് പറഞ്ഞപ്പം റെന പറഞ്ഞ് അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്ന് പറയുന്നു. പിന്നെ റെന സബ്ജക്റ്റ് മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് നിങ്ങൾക്ക് ബോറടിച്ചില്ലേ? അപ്പോൾ അനുമോൾ പറഞ്ഞ് ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ആദിലേ നൂറേ ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിലെന്ന്. അപ്പോഴാണ് സ്റ്റോർ റൂം വഴി ഒരു പെട്ടി വന്നത്. അങ്ങനെ പെട്ടിയിലെ തുണിയൊക്കെ നോക്കിയപ്പോൾ ചെറിയ ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോൾ പാട്ടിട്ട് ബിഗ് ബോസ്. അങ്ങനെ മെയിൻ വാതിക്കെ ചെന്നപ്പോൾ അപ്പാനിയായിരുന്നു മുഖം മൂടിയൊക്കെ വെച്ച് വന്ന. പിന്നെ ബാക്കി ശൈത്യമൊക്കെ വന്ന്. എന്തായി വല്ലവരുമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു? ഇന്നലെ ശൈത്യമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും ശൈത്യം മുമ്പ് വഴക്കിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വൈൽഡ് കാർഡ്സ് വന്നവർ പറഞ്ഞില്ലേ കട്ടപ്പാന്ന്. അങ്ങനെ ഞാനത് പറഞ്ഞത് ഇവക്ക് നെഗറ്റീവായി പുറത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഓർത്ത് ചെയ്തിട്ട് ഇവൾ പോകുന്നതിന് മുമ്പ് അത് പറയണമെന്ന് ഓർത്തിരുന്ന്. അങ്ങനെ ഞങ്ങളവിടെ എല്ലാവരും കൂടെ സംസാരിച്ചപ്പോൾ ഇവൾ ആ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട്. അപ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ പറയാൻ പറ്റുന്നതല്ല. അപ്പം ഞാനത് പറഞ്ഞില്ല, എണീറ്റ് പോയി. അപ്പോൾ ഇവളങ്ങോട്ട് ചൂടാവാൻ തുടങ്ങി. അനീഷേട്ടനെ ചേർത്ത് എന്നെ അനാവശ്യം പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ, പുറത്തെ കാര്യങ്ങളൊക്കെ ഇനി ഇവളെ അനാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനോർത്ത് ഇനി ഇവളോട് ഇത് പറയുന്നില്ല, ഇവളോട് മിണ്ടുകയും ചെയ്യുന്നില്ല എന്നോർത്ത് അങ്ങനെ ഇപ്പം മിണ്ടത്തൊന്നുമില്ല. അങ്ങനെ ഇന്നലെ തൊട്ട് മിണ്ടാതിരിക്കുക, ഞാനിത് പറയത്തുമില്ല എന്ന് പറയുന്നു. അങ്ങനെ അതാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും